നമസ്കാരം, വിനോദ് നമ്പൂതിരി. റോബർട്ട് കിയോസാക്കിയുടെ വളരെ പ്രധാനപ്പെട്ട നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയെ അധികരിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ബിസിനസ് സ്കൂൾ. ആ ബിസിനസ് സ്കൂളിൽ പ്രതിപാദിക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പണത്തിനും അപ്പുറത്തുള്ള 8 മൂല്യങ്ങളെ കുറിച്ചാണ്. ഇതിലെ ആദ്യത്തെ മൂല്യമായ ലൈഫ് ചേഞ്ചിങ് ബിസിനസ് എഡ്യൂക്കേഷൻ എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ മൂല്യം അദ്ദേഹത്തിന്റെ ഭാഷയിൽ വാല്യൂ ഓഫ് ചേഞ്ചിങ് ക്വാഡ്രൻസ് ഇൻസ്റ്റെഡ് ഓഫ് ചേഞ്ചിങ് ജോബ്സ് എന്നാണ്. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറുന്നതിന് പകരം വ്യക്തികളെ ക്വാഡ്രന്റ് തന്നെ മാറുന്നതിന് സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു സിസ്റ്റമായിട്ടാണ് അദ്ദേഹം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കാണുന്നത്. അതിന്റെ വില അമൂല്യമാണെന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ 4 തരത്തിലാണ് പ്രധാനമായും ആളുകൾ പണമുണ്ടാക്കുന്നത്. അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം വായിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകങ്ങളിലൊന്ന് അതിന്റെ രണ്ടാമത്തെ പുസ്തകമായ ക്യാഷ് ഫ്ലോ ക്വാഡ്രൻസ് ആണ്. എന്താണ് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്? ഞാൻ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചതുപോലെ എംപ്ലോയി, സെൽഫ് എംപ്ലോയിഡ്, ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെ 4 ക്വാഡ്രൻസിൽ നിന്നാണ് പ്രധാനമായും ആളുകൾ പണം ഉണ്ടാക്കുന്നത്. പ്രധാനമായും ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നായിരിക്കും കൂടുതൽ പണം വരുന്നത്. ബേസിക്കലി അത്തരത്തിലുള്ള ശീലങ്ങളായിരിക്കും, സംസാരങ്ങളായിരിക്കും ആ വ്യക്തികൾക്ക് ഉണ്ടാവുക. സ്കൂൾ വിദ്യാഭ്യാസം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് മുഴുവൻ ഒന്നുപോലെ എംപ്ലോയി ആവാൻ, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആവാൻ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആവാൻ, ഒരു വലിയ രീതിയിലുള്ള ഒരു ബിസിനസ്സുകാരനോ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഇൻവെസ്റ്ററോ ആവാനായിട്ട് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസമോ നമ്മുടെ സാഹചര്യങ്ങളോ നമ്മളെ പഠിപ്പിക്കുന്നില്ല, ഒരുക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖല ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ഒരു കാര്യമല്ല, വളരെ വലിയ കാര്യം തന്നെയാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്, അദ്ദേഹം സ്ഥാപിക്കുന്നത്. അത് സത്യവുമാണ്. അതിന്റെ മറ്റു വശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പലപ്പോഴും എംപ്ലോയീസ് അവരുടെ ജീവിതം മടുത്തിട്ടോ, അല്ലെങ്കിൽ ജോലി മടുത്തിട്ടോ, അല്ലെങ്കിൽ അവരുടെ സുപ്പീരിയറുമായിട്ടുള്ള ഒരു കലഹത്തിന് ശേഷമോ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷമോ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരു ബിസിനസ് എന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും അവർ എൻഡ് ചെയ്യുന്നത് ഒരു ചെറിയ സ്മോൾ സെറ്റപ്പിലാണ്. അതിൽ തന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ സെൽഫ് എംപ്ലോയിഡ് ക്വാഡ്രന്റ് എംപ്ലോയ്മെന്റിനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ആവശ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. എംപ്ലോയ്മെന്റിനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്കും ചെയ്യണം. പലപ്പോഴും 95% സെൽഫ് എംപ്ലോയിഡിനും എംപ്ലോയ്മെന്റിലുള്ള ആളുകളുടെ അത്രയും ശമ്പളം പോലും ഉണ്ടാവുകയില്ല. അപ്പം ഒരുപാട് അധ്വാനം, ഫിസിക്കൽ എക്സോഷൻ, മെന്റൽ എക്സോഷൻ, ഇഫേർട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷവും ഒരു ജോലിക്കാരന്റെ അത്രയും കൂടി വരുമാനം കിട്ടാതെ വരുന്ന ഒരു വലിയ കഷ്ടം ഉള്ള ഒരു സ്ഥലമാണ് ഈ സെൽഫ് എംപ്ലോയിഡ് ക്വാഡ്രന്റ്. പക്ഷെ അവർ വിചാരിക്കുന്നത് അതാണ് ബിസിനസ് എന്നാണ്. സത്യത്തിൽ അതല്ല ബിസിനസ്. അപ്പൊ ഈ സെൽഫ് എംപ്ലോയിഡ് അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ക്വാഡ്രന്റ് ബിസിനസ് ക്വാഡ്രന്റുമായിട്ട് എത്രമാത്രം ഡിഫറന്റ് ആണെന്നും റോബർട്ട് കിയോസാക്കി വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സെൽഫ് എംപ്ലോയിഡ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഒരു വർഷം നിങ്ങളൊന്ന് മാറി നിന്നാൽ പിന്നീട് ആ ബിസിനസ് ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ശരിയായ ഒരു ബിസിനസ്സാണ് നടത്തുന്നതെങ്കിലോ നിങ്ങൾ ഒരു വർഷം മാറി നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ ബിസിനസ് പഴയതിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനൊരു ബി ക്വാഡ്രന്റ് ബിസിനസ് ആയിട്ട് റോബർട്ട് കിയോസാക്കി പറയുന്നത്. അത് 500 കൂടുതൽ തൊഴിലാളികൾ ഉണ്ടാവണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ 500 കൂടുതൽ തൊഴിലാളികൾ ഉള്ളതും നിങ്ങൾ ഒരു വർഷം മാറി നിന്നാൽ വളരുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ബിസിനസ്സുകളെയാണ് അദ്ദേഹം ബി ക്വാഡ്രന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ പലർക്കും സംശയം തോന്നാം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെ വരും? നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അങ്ങനെ തൊഴിലാളികളൊന്നുമില്ലല്ലോ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആക്ച്വലി ആ തൊഴിലാളികളുള്ള ബിസിനസിനേക്കാൾ വളരെ പവർഫുൾ ആണ്. കാരണം 500 തൊഴിലാളികളെ കൊണ്ടുള്ള ബിസിനസിനേക്കാൾ വളരെ വലുതാണ് 500 ബിസിനസ്സുകാരെ വെച്ചിട്ടുള്ള ബിസിനസ്. ശരിയല്ലേ? അത് 500 മാത്രം ഒതുങ്ങുന്നില്ല, പിന്നീട് 1000ലേക്കും 2000ലേക്കൊക്കെ മാറുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാം എന്തുകൊണ്ടാണ് ഇത് മൾട്ടി മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത്, മൾട്ടി ബില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം സാധാരണഗതിയിൽ ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓണർ മാത്രം മുകളിലുണ്ടാവും. താഴെ ഒരു പിരമിഡിൽ താഴെയുള്ള ആ സ്ഥലം മുഴുവൻ എംപ്ലോയീസിനെ കൊണ്ടും സെൽഫ് എംപ്ലോയിഡിനെ കൊണ്ടായിരിക്കും അദ്ദേഹം പണിയെടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു ബിസിനസ്സുകാരന്റെ റണ്ണിങ്ങിൽ മാത്രമാണ് അത് പോകുന്നത്. ഇവിടെ നമുക്ക് ആക്ച്വലി ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ അഡ്വാൻറ്റേജ്, ദിസ് ഇസ് എ റിവേഴ്സ് പിരമിഡ്. റിവേഴ്സ് പിരമിഡ് എന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു ബിസിനസ്സുകാരൻ മാത്രം ഇരിക്കുന്ന അവസ്ഥയല്ല ഉള്ളത്. നേരെ തിരിച്ച് എല്ലാം ബിക്കാര് തന്നെയാണ്. മുകളിലാണെങ്കിൽ എല്ലാം ഓപ്പൺ ആണ്, ഒരുപാട് സ്പേസ് മുകളിലുണ്ട്. അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കൊടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് വളരുന്ന, ഇതിന്റെ നേരത്തെ പറഞ്ഞ സാമ്പ്രദായിക ബിസിനസിന്റെ 1000 മടങ്ങ് കേപ്പബിലിറ്റി ഉള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഏതൊരു സാധാരണക്കാരനും കൊടുക്കുന്നത് എന്നുള്ള മൂല്യമാണ് റോബർട്ട് കിയോസാക്കി രണ്ടാമതായിട്ട് എടുത്തു പറയുന്ന സംഗതി. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പലരും ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ക്വാഡ്രന്റ് മാറാൻ കഴിയുന്നു, വേറെ
റോബർട്ട് കിയോസാക്കിയെ പോലുള്ള ആളുകൾ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയും 2-3 തവണ പരാജയപ്പെടുകയും കടത്തിൽ വരികയും പിന്നീട് പഠിക്കുകയും ഒക്കെ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വലിയ ബിസിനസ് വിസ്ഡം അത് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഇത് വലിയൊരു സംഗതി തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കൂടുതലും ആളുകൾ നോ ഇൻവെസ്റ്റ്മെന്റിലും ലോ ഇൻവെസ്റ്റ്മെന്റിലും കടന്നു വന്നിട്ടും എന്തുകൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി വളരെയധികം പ്രസക്തിയുള്ളതാണ്. അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് ഇത് പ്രസക്തമായതുകൊണ്ട് ഒന്ന് വളരെ ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നത് ഈ ക്വാഡ്രന്റ് ചേഞ്ച് എന്ന് പറയുന്നത് വെറും പണത്തെ മാത്രം അധികരിച്ചിട്ടുള്ളതല്ല. പൈസ ഒന്നും മുടക്കാതെ തന്നെ ക്വാഡ്രന്റ് മാറുക എന്ന് പറയുന്നത് എളുപ്പമല്ല ആളുകൾക്ക്. കാരണം ഈ ഒരു ക്വാഡ്രന്റ് ചേഞ്ച് ചെയ്യുന്നത് പണ്ട് പറഞ്ഞ പോലെ ഒരു പത്രം പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സംസാര രീതി പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന പോലെ അന്തരീക്ഷം പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന പോലെയാണ്. എല്ലാവർക്കും അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പലർക്കും അത് എളുപ്പമല്ല. കാരണം മാനസികവും ശാരീരികവും അതുപോലെ തന്നെ വൈകാരികവുമായിട്ടുള്ള ചേഞ്ച് അവിടെയുണ്ട്. ഞാൻ എന്താ പറഞ്ഞത് ഒന്നുകൂടി പറയാം. മാനസികമായിട്ടുള്ള ചേഞ്ച് വേണം, വൈകാരികമായിട്ടുള്ള ചേഞ്ച് വേണം, ശാരീരികമായിട്ടുള്ള ചേഞ്ച് വേണം. ശരിയായിട്ടുള്ള രീതിയിൽ ഒരു ബി ക്വാഡ്രന്റ് ബിസിനസ്സിലേക്ക് പറിച്ച് നടപ്പെടാൻ. അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. നമുക്ക് മെന്റലി അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് ഞാൻ സൈക്കിൾ ഓടിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അപ്പൊ തന്നെ ഞാൻ സൈക്കിളിൽ കയറി പിടിക്കാൻ പറ്റും. എനിക്ക് അത് ഓക്കെ, എനിക്ക് പെട്ടെന്ന് ആഗ്രഹമാണ് സൈക്കിള് പെട്ടെന്ന് ഓടിയെന്ന് ഞാൻ സൈക്കിളിൽ കയറി പിടിച്ചു. പക്ഷെ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന ആ ഒരു പ്രോസസ്സ് അത് ഫിസിക്കലായിട്ട് പഠിക്കണമെങ്കിൽ 2-3 തവണ വീഴണം, 2-3 തവണ മുട്ട് പൊട്ടണം, അത് കഴിഞ്ഞ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി പഠിച്ച് ശ്രദ്ധയോടുകൂടി ചവിട്ടി കുറച്ച് കഴിയുമ്പോൾ ശ്രദ്ധയോടുകൂടി തന്നെ അത് വർക്കൗട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ശ്രദ്ധ ഇല്ലെങ്കിൽ പോലും ഓടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അൺകോൺഷ്യസ് കോമ്പിറ്റൻസിയിലേക്ക് അത് വരണം. അത് സമയമെടുക്കും. അപ്പൊ ആ സമയമെടുപ്പ് പലപ്പോഴും ഈ പറയുന്ന എംപ്ലോയിക്ക് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ? നമുക്ക് ഒരു സംതൃപ്തി കുറച്ചു കാലം കഴിഞ്ഞ് മാത്രം കിട്ടുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ബി ക്വാഡ്രന്റിൽ ആദ്യം നമ്മളൊരു പ്രൊജക്ട് ബിൽഡ് ചെയ്യുന്ന പോലെ ഒരു സമയമെടുത്താണ് ഇത് ബിൽഡ് ചെയ്യേണ്ടത്. ഒരു സുപ്രഭാതത്തിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സുകൊണ്ട് വിചാരിക്കുമ്പോഴേക്കും 150 പേരുടെയോ 200 പേരുടെയോ ആവില്ല. അതിന് ആളുകളുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്, ലിസ്റ്റ് ഇടണം, സംസാരിക്കണം, കണക്ട് ചെയ്യണം. പലരും പല അഭിപ്രായങ്ങൾ പറയും. പലരും വന്ന് തന്നെ പിരിഞ്ഞു പോകും. പലരും വന്ന് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട് പിരിഞ്ഞു പോകും. ചിലർ വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് എന്തെങ്കിലും ചെയ്യാൻ നോക്കും, നടക്കാതെ പിരിഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നും പോയും ഒക്കെ ഇരിക്കുന്ന കാണുമ്പോൾ പലർക്കും മനസ്സ് മട്ടുകയും ബേസിക്കലി ഇവര് തന്നെ എംപ്ലോയ്മെന്റിലും സെൽഫ് എംപ്ലോയ്മെന്റിലും ഇരുന്നിട്ടാണ് ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ നോക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഈ ഒരു ഫ്രസ്ട്രേഷൻ പീരീഡ് താങ്ങാൻ പറ്റാതെ വരുന്നു പലപ്പോഴും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ കൂടുതലാണ്. അത് വെറും പൈസയുടെ മാത്രം വിലയല്ല. ഇതിന് ഈ ഒരു ചേഞ്ച് ഓഫ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ആ സമയമെടുത്ത് തന്നെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും 5 വർഷത്തെ ഒരു പീരീഡ് പറയുന്നത്. ഈ 5 വർഷം എന്ന് പറയുമ്പോൾ ചിലരുടെ കണ്ണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 5 വർഷം എടുക്കും നല്ലൊരു ബിസിനസ്സുകാരനായി മാറാൻ, അല്ലെങ്കിൽ ഒരു ബി ക്വാഡ്രന്റ് ബിസിനസ്സുകാരനായിട്ട് മാറാന്ന് പറയുമ്പോൾ പലർക്കും ഒരു മുറുമുറുപ്പും ഒരു വിഷമമൊക്കെ തോന്നുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് മിനിമം ഒരു 6 മാസം മുതൽ 1 വർഷം വരെയെങ്കിലും നിങ്ങൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് നിന്ന് എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളും പങ്കെടുക്കുമ്പോൾ മാത്രമേ ഇതിനെ പറ്റിയ ആളുകളുമായി സംസാരിക്കാനും നിങ്ങളുടെ അന്തരീക്ഷം മാറാനും സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്തുള്ള എംപ്ലോയീസുമായിട്ടും അവരുടെ ശമ്പള വർധനവിനെ കുറിച്ചും DA കുറിച്ചുള്ള ഡിസ്കഷൻ, ബോസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ, പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നെഗറ്റീവ് ഡിസ്കഷൻ, അത്രയും എനിക്ക് അഫോർഡബിൾ അല്ല എന്ന് പറയുന്ന ദാരിദ്ര്യം പറഞ്ഞിട്ടുള്ള ഒരുപാട് ചർച്ചകൾ, ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടാണ് നിങ്ങൾ സ്ഥിരമായി സംസാരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ എംപ്ലോയ്മെന്റ് ക്വാഡ്രന്റിൽ തന്നെ നിൽക്കും. കാരണം നിങ്ങളുടെ സംസാരങ്ങളും ചിന്തകളും, കാരണം നമ്മൾ ചിന്തിക്കുന്നതാണ് സംസാരത്തിൽ വരെ, സംസാരം പിന്നീട് പ്രവൃത്തിയാവുന്നു, അത് ശീലമാകുന്നു, അത് നമ്മുടെ ഭാവിയായി മാറുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അന്തരീക്ഷം മാറ്റാനായിട്ടുള്ളൊരു വളരെ വലിയ ശ്രമം നമ്മൾ നടത്തണം. അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരുന്ന പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം പറിച്ച് നടണം. അതിനുവേണ്ടി നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് സൂം മീറ്റിങ്ങുകൾ, ട്രെയിനിങ്ങുകൾ, ഇത്തരത്തിലുള്ള ഓൺലൈൻ തന്നെ വഴിയുള്ള വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് മൊബൈൽ വഴിയും നമ്മുടെ ലാപ്ടോപ്പ് വഴിയും കണക്ട് ചെയ്തുകൊണ്ട് സൂം ട്രെയിനിങ്ങുകളിലും സൂം മീറ്റിങ്ങുകളിലും പങ്കെടുക്കാൻ പറ്റും. നിരവധി ആളുകളുമായിട്ട് നമുക്ക് അറ്റ് എ പ്ലാറ്റ്ഫോം ഡിസ്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ, നമ്മൾ ഇടപെടുന്ന ആളുകൾ ഒരു ദിവസം തന്നെ നമ്മൾ പലരുമായിട്ട് സംസാരിക്കാനും പലരുടെ ആശയങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനും ഒക്കെ കഴിയും. അങ്ങനെ മാത്രമേ പതിയെ നമുക്ക് സ്വയം ബി ക്വാഡ്രന്റിലേക്ക് പറിച്ചു നടാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ ബി ക്വാഡ്രന്റിലേക്ക് മറ്റുള്ള ആളുകളെ, എംപ്ലോയ്മെന്റ് സെൽഫ് എംപ്ലോയ്മെന്റിലുള്ള ആളുകളെ ഈ ബി ക്വാഡ്രന്റിലേക്ക് പറിച്ചു നടാനായി നമ്മൾ ശ്രമിക്കുന്നതിലാണ് ശരിയായ ഒരു ബിസിനസ് കെട്ടിപ്പൊക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറും പണം മാത്രം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ കമ്പനികളെ കാണുമ്പോൾ അത് വലിയ തരത്തിൽ നിങ്ങളെ സഹായിക്കില്ല. നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിയിലേക്ക് കയറി ഇറങ്ങി പോയിക്കൊണ്ടേയിരിക്കും. വെറും പണം മാത്രം ഉണ്ടാക്കാനുള്ള കമ്പനികൾ കയറുന്നത് വഴി ഒരിക്കലും നിങ്ങളുടെ ഒരു ബിസിനസ് ക്വാഡ്രന്റ് മസിൽസ് ബിൽഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് അദ്ദേഹം
ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇത് സ്വന്തമായിട്ട് ആളുകൾക്ക് എംപ്ലോയി അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആളുകൾക്ക് ബിസിനസ്സിലേക്ക് പറ്റാത്ത, ഒരു മെന്റർ ഇല്ലാതെ അവിടെ നിന്ന് ഒരാൾ കൈപിടിച്ച് ഉയർത്താതെ ഒരു എംപ്ലോയി ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ 99.9% അദ്ദേഹം ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ക്വാഡ്രന്റിലേക്ക് വീഴുക ചെയ്യുക. അദ്ദേഹത്തിന് തന്നെ അല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വീഴാനാണ് സാധ്യത കൂടുതൽ. അവിടെയും ഒരു പ്രശ്നം, സെൽഫ് എംപ്ലോയ്മെന്റ് ക്വാഡ്രന്റിൽ സാറ്റിസ്ഫാക്ഷൻ ഹൈ ആയിരിക്കും, സ്വന്തമായി ചെയ്യുമ്പോൾ ഭയങ്കര ആത്മസംതൃപ്തി കിട്ടും. ഇപ്പൊ ഡാൻസേഴ്സ്, പ്രൊഫഷണൽസ്, അവരൊക്കെ സ്വന്തം കൈകൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സ്വന്തമായി ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും മര്യാദയ്ക്ക് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യും, വേറൊരാളെ ഏൽപ്പിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ആളുകളാണ്. ഇവർക്ക് ഒരു സുപ്രഭാതത്തിൽ മറ്റുള്ളവരെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുക, ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരക്കാർക്കും എളുപ്പമല്ല. അപ്പൊ ഈ ഓരോ ക്വാഡ്രന്റിന്റെയും മൂല്യം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓരോ ക്വാഡ്രന്റിലും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസും ടൂൾസും ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ നോളജും ഒക്കെ ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ഉൽപ്പന്നം വാങ്ങിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ആകെപ്പാടെ മാറി മറിയാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് ആ കമ്പനി കുറച്ച് പൈസ ഉണ്ടാക്കാം, 2 പേരെ പിടിച്ചോ പൈസ ഉണ്ടാക്കാം, 4 പേര് വന്നാൽ എത്ര പൈസ, 10 പേര് വന്നാൽ എത്ര പൈസ, ഇങ്ങനെ പറയുന്ന കമ്പനികളാണെങ്കിൽ ഒരു കാരണവശാലും അത്തരം കമ്പനികൾ തുടരുത് എന്നാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. കാരണം സമയം പോകുന്നു മാത്രമല്ല, അതൊരു ജോലിയാണെങ്കിൽ ബെറ്റർ ഒരു ജോലിയിൽ പോവാണ് നല്ലത്. അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റിന്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഒരു LIC കമ്പനി പോയി കഴിഞ്ഞാൽ അവിടെ ഏജൻസ്, അവിടുത്തെ ഡെവലപ്മെന്റ് ഓഫീസറുടെയെങ്കിലും വരുമാനം ഒരു മാസം വാങ്ങുന്ന ഏജൻസ് 5% ഉണ്ടാവുള്ളൂ. ബാക്കി 95% ആളുകളും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു ജോലിക്കാരനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടും അത്രയും പോലും വരുമാനം ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബി ക്വാഡ്രന്റ് ബിസിനസ്സിലേക്ക് എടുത്തു ചാടുന്ന ഒരു സംഗതി, അതിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരുപാട് സഹായിക്കും. പക്ഷേ ക്ഷമയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ എൻവറോൺമെന്റ് മാറ്റി ഡേ ജോബ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ, നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ പ്രൊഫഷനും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇതൊരു പഠിക്കുന്ന കാലഘട്ടമായിട്ട് കണക്കാക്കി നിങ്ങൾ ഒരു 5 വർഷമെങ്കിലും ഒരു റിയൽ ബി ക്വാഡ്രന്റ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ള ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യണം എന്നാണ്. അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്? അദ്ദേഹം പറയുന്നത്, റീബിൽഡിംഗ് മൈസെൽഫ് വാസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ മേക്കിംഗ് മണി. പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം എന്നെ രൂപപ്പെടുത്തുന്നതിനുണ്ടായിരുന്നു. കാരണം നമ്മൾ രൂപപ്പെടുന്നതിന്റെ വാല്യൂ പൈസ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു ഫിസിക്കലി, ഇമോഷണലി, സ്പിരിച്വലി, മെന്റലി ഞാൻ തകർന്നു പോയിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് അറിയാം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടത് ഒരു നഷ്ടം തന്നെയാണ്, അത് സമ്മതിച്ചു. പക്ഷെ അതിലും വലിയൊരു നഷ്ടമാണ് അവനവനിലുള്ള വിശ്വാസവും ആത്മവിശ്വാസവും ഫെയ്ത്തും കോൺഫിഡൻസും ഒക്കെ നഷ്ടപ്പെടുന്നത് കോടികൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ നഷ്ടമാണ്. അപ്പൊ അത് റീബിൽഡ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അദ്ദേഹം പറയുന്നത് അത് എളുപ്പമല്ല. അതുകൊണ്ടാണ് ഒരു ബിസിനസ് ക്വാഡ്രന്റ് എല്ലാവർക്കും എളുപ്പമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇത്ര മഹത്തായ ഒന്നായി മാറുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം പലരും ചോദിക്കാറുണ്ട്, താങ്കൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചോ എന്ന്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് 3 തവണ ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി. ആദ്യത്തെ തവണ ഒന്നുമില്ലായിരുന്നു കയ്യിൽ, പോക്കറ്റിൽ, അതുകൊണ്ടാണ് ഒരു ബിസിനസ് തുടങ്ങിയത്. പക്ഷെ 2ാമത്തെയും 3ാമത്തെയും തവണ എനിക്ക് ബിസിനസ് പൊളിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുടങ്ങുന്നത്. ആ സമയത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങാൻ ഞാൻ കൊതിച്ചുപോയി എന്നാണ് പറയുന്നത്. കാരണം കോടിക്കണക്കിന് രൂപയുടെ കടവുമായിട്ട് തുടങ്ങേണ്ട അവസ്ഥ വരുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങുന്ന ആളുകൾ പോലും നമ്മളെക്കാൾ മുമ്പിലാണ്. അപ്പൊ അത്രയധികം ഇമോഷണലി, വൈകാരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ താഴേക്ക് വന്നിട്ട് പിന്നെ തിരിച്ച് റീവർക്ക് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് എല്ലാവർക്കും എളുപ്പമല്ല. അത് ആ ഒരു പോയിന്റിലാണ് അദ്ദേഹം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ആ ഒരു പോയിന്റിന് നമ്മളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത്രയൊന്നും നഷ്ടങ്ങളില്ലാതെ, ഇത്രയൊന്നും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്താതെ, വർഷങ്ങൾ നഷ്ടപ്പെടുത്താതെ നമ്മളെ ആ രീതിയിൽ ഒരുക്കാൻ കഴിയുന്ന ഒരു വലിയ ബിസിനസ് സിസ്റ്റമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളതിലാണ് അദ്ദേഹം ഏറ്റവും പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ റീബിൽഡിംഗ് യുവർ സെൽഫ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ മേക്കിംഗ് മണി. നിങ്ങളെ റീബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റം, ഒരു എഡ്യൂക്കേഷൻ സമ്പ്രദായം കൊണ്ടുവരാത്ത ഒരു കമ്പനിയിൽ കയറിയിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ഐ റെക്കമെൻഡ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഞാൻ പറയാം, കാരണം അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. ഐ റെക്കമെൻഡ് സം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ബിക്കോസ് ദേ ട്രൂലി ഡു ഫോക്കസ് ഓൺ ബിൽഡിംഗ് ഓർ റീബിൽഡിംഗ് ഇൻ സം കേസസ് ദ പേഴ്സൺ ആൻഡ് ദെൻ ദ പേഴ്സൺ ക്യാൻ ഗോ ഓൺ ടു ബിൽഡ് ഹിസ് ഓർ ഹെർ ഓൺ ബിസിനസ്. If this is of interest to you, your job is to find the network marketing company that has the education system
that focuses first on building you rather than you selling the company's plan or products. Once you find the company that is best for you, your job is to do your best to rebuild yourself using their educational plan. All they can do is provide the plan. It is your job to help yourself along that plan. No one can help you if you first do not help yourself. എത്ര മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്ററിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആദ്യം നിങ്ങളെ തന്നെ റീബിൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കമ്പനിയെ കണ്ടെത്തലാണ്. അല്ലാതെ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സാധനങ്ങൾ വിൽക്കുകയും അവരുടെ പ്ലാൻ എങ്ങനെയെങ്കിലും ഓടിക്കാനും പറ്റുന്ന ഒരു കമ്പനിയെ മാത്രം നോക്കിയിട്ടല്ല പോകേണ്ടത്. നിങ്ങൾ ആ കമ്പനിയിൽ ചേരണം, എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉള്ള കമ്പനിയിൽ ചേരണം. എന്നിട്ടോ ഫോക്കസ് ഫസ്റ്റ് ഓൺ ബിൽഡിംഗ് യു. അവനവനെ തന്നെ ബിൽഡ് ചെയ്യാനായിട്ട് ആ പ്രോഗ്രാം ഉപയോഗിച്ച് ബിൽഡ് ചെയ്യണം. അതിനുശേഷം മറ്റുള്ള ആളുകളെയും ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കണം. എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ട് പീറ്റർ ഡക്കർ പറയാറുണ്ട്, ഐ ഡോണ്ട് ബിൽഡ് ബിസിനസ്. ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്യാറില്ല, ഐ ബിൽഡ് പീപ്പിൾ ആൻഡ് പീപ്പിൾ ബിൽഡ് ബിസിനസ് ഫോർ മീ. ആളുകളെ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ ആളുകൾ നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്യും എന്നുള്ള ആ ഒരു തത്വം കൂടി ഇവിടെ വളരെയധികം പ്രസക്തമാണ്. കണ്ടോ, ഇവിടെ പറയുന്നുണ്ട്, യു ക്യാൻ ഓൾസോ ഡു ഇറ്റ് ഓൺ യുവർ ഓൺ, ബട്ട് പ്ലീസ് റിയലൈസ് ദാറ്റ് ദ പ്രൈസ് ഓഫ് ഗോയിങ് ഫ്രം ഇ ആൻഡ് എസ് സൈഡ് ഓഫ് ദ ബി quadrant to the B and I side of the quadrant can cost you much more than money. For people choosing to use a network marketing system to build a business in the B quadrant, the price of entry is a lot lower, the risks are lower, and the education and support are there to guide you through this personal and development process. നിങ്ങളുടെ വ്യക്തിപരമായ വികാസത്തിന്റെ ആ ഒരു സാഹചര്യങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കേണ്ടി വരും മറ്റുള്ള സമയങ്ങളിൽ. പക്ഷെ ഇവിടെ ഇയിലും എസിലും ഇരുന്നുകൊണ്ട് തന്നെ ഒരു ബി ക്വാഡ്രന്റ് ബിസിനസ് വളരെ കുറഞ്ഞ വിലയ്ക്ക് എൻട്രി ആവാനും അത് കഴിഞ്ഞ് അവിടെ നിന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും കഴിയുന്ന ഒരു വലിയ സഹായമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് തരുന്നത്. അതിന്റെ ശരിയായ മൂല്യം ഉൾക്കൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ വ്യക്തികളെ ബിൽഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. എല്ലാവരും ആ ടൈപ്പ് അല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ എ വേർഡ് ഓഫ് കോഷൻ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള സാധനമാണ്. എ വേർഡ് ഓഫ് കോഷൻ. ശ്രദ്ധിക്കണേ, എല്ലാ കമ്പനികളും ഒരുപോലെയല്ല, എല്ലാ ബിസിനസ്സുകളും ഒരുപോലെയല്ല എന്നുള്ള പോലെ തന്നെ എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളും ഒരുപോലെയല്ല. നിങ്ങളെ ഒരുക്കാനും നിങ്ങളെ ഉരുക്കാനും നിങ്ങളെ പാടെ പരിവർത്തനം ചെയ്യാനും പാകത്തിനുള്ള എഡ്യൂക്കേഷനും ആറ്റിറ്റ്യൂഡും സ്കില്ലും തരുന്ന തരത്തിലുള്ള കമ്പനികളിലാണ് കയറുന്നതെങ്കിൽ ആ കമ്പനിയിൽ നിങ്ങൾ വളർന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് ഉതകുമെന്നും അതുകൊണ്ട് തന്നെ ആ വാല്യൂ ലൈഫ് ചേഞ്ചിങ് ആയിട്ട് മാറുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എത്ര കാലം എടുക്കും എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം എപ്പോഴും പറയുന്നത് ഒരു 5 കൊല്ലെങ്കിലും എടുക്കും എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ ഒരു ബിസിനസ്സുകാരനായിട്ട് നിങ്ങൾ പരിവർത്തനം ചെയ്തെടുക്കാൻ 5 വർഷം എടുക്കും. കാരണം ഒരു എൻവറോൺമെന്റ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ പതുക്കെ മാത്രമേ നിങ്ങളുടെ ചുറ്റുപാടും പതുക്കെ മാറി നിങ്ങൾ സ്ഥിരമായി സംസാരിക്കുന്ന ആളുകൾ, നിങ്ങൾ സ്ഥിരമായി ഇടപഴകുന്ന ആളുകൾ, നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ രീതികൾ എംപ്ലോയ്മെന്റിൽ നിന്ന് സെൽഫ് എംപ്ലോയ്മെന്റിൽ നിന്ന് മാറിയിട്ട് ഒരു റിയൽ ബിസിനസ് വേൾഡിലെ ആളുകളെ തന്നെ നിങ്ങൾ ആരാധനയോടുകൂടി കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും ഇതിൽ തന്നെ വളരുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാനും ഒക്കെ കുറച്ച് സമയം നിങ്ങൾ എടുക്കും എന്നുള്ളത് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, എന്തുകൊണ്ടാണ് 5 years എന്നുള്ളത്, ഒന്ന് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിസിക്കൽ പ്രോസസ്സിന് കുറച്ച് സമയമെടുക്കും. ചിന്തിക്കുമ്പോൾ തന്നെ ശരീരം അതനുസരിച്ച് സജ്ജമാവില്ല, അതിന് സമയമെടുക്കും. അതുപോലെ തന്നെ ലേണിങ്ങിന്റെ ഒപ്പം തന്നെ പല കാര്യങ്ങളും അൺലേൺ ചെയ്യാൻ സമയമെടുക്കും. നിങ്ങളുടെ കയ്യിലിരിപ്പ് കുറച്ച് പഴയ കാലങ്ങളിലുള്ളത് കളയാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പൊ അതും ഒരു കാരണമാണ് ഈ ഒരു 5 വർഷം എടുക്കുമെന്ന് അദ്ദേഹം പറയാൻ കാരണം. മൂന്നാമത്തെ കാര്യം, ഏത് ബട്ടർഫ്ലൈക്കും ഒരു കാലമുണ്ട്, ഒരു കാറ്റർപില്ലറിന്റെ ഒരു കാലമുണ്ട്, ഒരു കൊക്കൂണിൽ ഇരിക്കുന്ന ഒരു കാലമുണ്ട്, ഒരു പ്യൂപ്പയുടെ ഒരു അവസ്ഥ കഴിഞ്ഞിട്ടാണ് എല്ലാവരും ബട്ടർഫ്ലൈ ആയി വന്നത്. അപ്പൊ അത് ഈ പറയുന്ന സമയം എന്നുള്ളത് ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾ നരകിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. ലേണിംഗ് കർവ് എന്ന് പറയുന്നത് എപ്പോഴും നേരെ മുകളിലേക്കല്ല പോകുന്നത്, അതൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറുക. ആ സമയത്തിനെ ഫ്രസ്ട്രേഷൻ പീരീഡ് എന്ന് പറയും. ആ ഫ്രസ്ട്രേഷൻ പീരീഡ് താങ്ങാനുള്ള നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് അത് നിങ്ങൾക്ക് തരും എന്ന് അദ്ദേഹം പറയുന്നത്. അതൊക്കെ എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും കളയാനില്ല. സത്യം, ഞാൻ ഇതിലൂടെ കടന്നുപോയതാണ്. ഒരു ടിപ്പിക്കൽ എംപ്ലോയ്മെന്റ് ഫാമിലിയിൽ ഇരുന്നുകൊണ്ട് അതും ഒരു നമ്പൂതിരി ഫാമിലിയിൽ ഇരുന്നുകൊണ്ട് ഒരു നല്ല ജോലി ചെയ്തുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് ഇത് ചെയ്യുമ്പോൾ ആ ക്വാഡ്രന്റിന്റെ ഡിഫറൻസ് കാരണം കൊണ്ട് മാത്രം അങ്ങനെ ചിന്തിക്കാനേ പറ്റും. നമ്മുടെ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർക്കും നമ്മുടെ കുട്ടിക്കും അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അവർ ചിന്തിക്കുമ്പോൾ ഈ ജോലി കഴിഞ്ഞിട്ട് ഇവനെന്തിനാ പിന്നെയും ഇത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, ആർത്തി കൊണ്ടായിരിക്കും,
പണം മതിയാവാത്തോണ്ടായിരിക്കും. കാരണം അവരുടെ ചിന്തകളിൽ അത് മാത്രമേ ഉള്ളൂ. അല്ല നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റോ ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മൂവ്മെന്റോ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ലോകം സൃഷ്ടിക്കാനുള്ള നമ്മുടെ യാത്രയാണെന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇവരിയ്ക്കുന്ന ലോകം ടോട്ടലി ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. ഇന്ന് നിങ്ങൾ ഒരാളെ പ്രോസ്പെക്ട് ചെയ്യുമ്പോഴും അയാൾ വരാത്തതിന്റെ കാരണം, അല്ലെങ്കിൽ അയാൾ വന്നാൽ തന്നെ പിടിച്ചു നിൽക്കാത്തതിന്റെ കാരണം ഇതെന്താണ് അദ്ദേഹത്തിന്റെ കാത്തിരിക്കുന്നത്? ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പൊ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രം കുറച്ച് കഴിഞ്ഞ് കിട്ടുന്ന ഒരു സംതൃപ്തി, അത് പലപ്പോഴും എംപ്ലോയീസിന് പറ്റില്ല. കാരണം അന്നന്നത്തെ വർക്ക് ചെയ്താൽ അന്നന്ന് തന്നെ വരുമാനം കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അവർ 30-ാം ദിവസം കഴിയുമ്പോഴേക്കും അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോകും. സെൽഫ് എംപ്ലോയിഡിന് ഓരോ മണിക്കൂർ കിട്ടണം. ഇന്ന് പണിയെടുത്ത് ഇന്ന് തന്നെ പൈസ കിട്ടണം, അല്ലെങ്കിൽ ആ മണിക്കൂറിന് പൈസ കിട്ടണം. ഇങ്ങനെ ചെയ്തും കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച ആളുകൾക്ക് ഒരു പ്രൊജക്ട് കഴിഞ്ഞിട്ട് മാത്രം കിട്ടുന്ന പണത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിതതിന് ശേഷം മാത്രം നമുക്ക് സ്ഥിരമായി കിട്ടുന്ന വാടകകളെ കുറിച്ചോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് സംവിധാനത്തിൽ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രം കിട്ടുന്ന ഒരു വരുമാനത്തെ കുറിച്ചോ ഒക്കെ പറയുമ്പോൾ പലപ്പോഴും അവർക്കത് ആസ്വദിക്കാൻ പറ്റാത്തതിന്റെ കാരണം, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്തതിന്റെ കാരണം, അല്ലെങ്കിൽ അവരുടെ വൈകാരികമായിട്ട് അവർക്ക് താങ്ങാൻ പറ്റാത്തതിന്റെ കാരണമാണ് ഈ ഒരു ക്വാഡ്രന്റിലെ വിശദാംശങ്ങൾ വഴി ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് വായിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ കഷ്ടപ്പെടുന്നത്. പൈസ വളരെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഈ ഒരു എൻവറോൺമെന്റ് ചേഞ്ച് വരുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റാതെ വരുന്നത്. കാരണം ഭൂരിഭാഗം എംപ്ലോയീസും സെൽഫ് എംപ്ലോയിഡും ആണ് വരുന്നത്. ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളല്ല ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഒരു ജോലിയുടെ റീപ്ലേസ്മെന്റ് ആയിട്ടും ഒരു ശമ്പളത്തിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടൊക്കെ ഇതിനെ കണ്ട് തൊഴിൽ എന്നുള്ള രീതിയിലാണ് പലരും എടുക്കുന്നത്. എംപ്ലോയീസ് യൂണിയൻ വരെ പലപ്പോഴും ഉണ്ട് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട്. എനിക്ക് പലപ്പോഴും കഷ്ടം തോന്നിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, യൂണിയൻ നല്ലതാണ്, ഒത്തൊരുമ നല്ലതാണ്. പക്ഷെ ആ വാക്ക്, എംപ്ലോയി എന്നുള്ള വാക്ക് ഗുണത്തിലധികം ദോഷമാണ് ചെയ്യുക ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും. കാരണം ഇത് മറ്റൊരു തൊഴിലായിട്ടാണ് കണക്കാക്കുക. അപ്പൊ മറ്റൊരു തൊഴിലും മറ്റൊരു ജോലിയും ചെയ്യുന്ന പോലെ അല്ല ഈ ബിസിനസ്സിനെ സമീപിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് ഈ പുസ്തകം വഴി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് മനസ്സിലായില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വിനോദ് നമ്പൂതിരി എന്ന് പറയുന്ന ആൾ ഇന്ന് ഇവിടെ ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ ഒരാൾ നമ്മളെ പഠിപ്പിക്കാനില്ലായിരുന്നെങ്കിൽ. കാരണം ഞാനും തികച്ചും എംപ്ലോയീസ് മാത്രമുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും എല്ലാം ജോലിക്കാരുടെ ഒരു ലോകത്താണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മളെ കൈപിടിച്ച് സമയമെടുത്ത് ഡെവലപ്പ് ചെയ്യണം, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ശ്രദ്ധിക്കൂ, പണത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടെന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റിയതിന്റെ കാരണം എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഞാനൊരു ജോലിയിൽ നിന്നുകൊണ്ട് അന്നന്നത്തെ ആവശ്യങ്ങളെല്ലാം സുഗമമായിട്ട് നടത്തുകയും ഇതിനെ ഞാനൊരു ബിസിനസിനെ പോലെ, ലോങ് ടേം ബിസിനസിനെ പോലെ കണ്ടുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് എനിക്ക് മാറി 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 പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ ചെറിയ കമ്പനികളിലോ, മൂല്യബോധമില്ലാത്ത കമ്പനികളിലോ, ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലെയുള്ള വൃത്തികെട്ട സ്ഥലങ്ങളിലോ കയറേണ്ട ഗതികേട് എനിക്ക് വന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ വെറും ഒരു പുസ്തകം വായിച്ചുകൊണ്ട് പോവുക, അവരുടെ നോളജ് കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് 2-3 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ടേക്ക് അവേ ആയിട്ട് കയ്യിൽ വെക്കേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന്, ക്വാഡ്രൻസ് മാറാനാണ് ശ്രദ്ധിക്കേണ്ടത്. ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്കോ ഒന്നിലധികം ജോലികളിൽ ഏർപ്പെട്ട് വെറും ഒരു എംപ്ലോയി ആയിട്ട് കാലാകാലത്തോളം നാളെ വയ്യാണ്ടാവുമ്പോൾ കഷ്ടപ്പെടുന്ന ഉറപ്പുള്ള ഒരു സ്ഥലത്തിരിക്കുന്നതിനേക്കാൾ നല്ലത്, അത്രയും സെർട്ടനിറ്റി ഇല്ലെങ്കിൽ പോലും, അത്രയും ഉറപ്പൊന്നും പറയാൻ പറ്റില്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫ്രീഡവും സെക്യൂരിറ്റിയും ഒക്കെ ധാരാളം കിട്ടുന്ന, കൺട്രോളും ഫ്രീഡവും സെക്യൂരിറ്റിയും ഇത് 3ഉം ധാരാളമായിട്ട് കിട്ടുന്ന ഒരു ബി ക്വാഡ്രന്റ് ബിസിനസ്സിലേക്ക് ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താണ് തെറ്റ്? എപ്പോഴും ആലോചിക്കുക. പണത്തിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ഒരു ജോലിയെ സമീപിച്ച് ജീവിതാവസാനം വരെ നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി കണ്ടെത്തി 5 വർഷം അതിൽ ഫോക്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് അതിന് പറ്റിയ ഒരു ടീമും അതിന് പറ്റിയൊരു മെന്ററിയും അതിന് പറ്റിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് റോബർട്ട് കിയോസാക്കി വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാര്യം. കാരണം പുസ്തകം വായിക്കുന്നവർ വളരെ കുറവാണെങ്കിലും അതിന്റെ ആ മർമ്മം നിങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്നുള്ളതുകൊണ്ടാണ് സുദീർഘമായിട്ടുള്ളൊരു വീഡിയോ തന്നെ ഞാൻ ഈ ഒരു സെക്കൻഡ് വാല്യൂവിന് കൊടുത്തത്. 2ാമത്തെ വാല്യൂ, ആദ്യത്തെ വാല്യൂവിന് നമ്മൾ സംസാരിച്ചിരുന്നു. 2ാമത്തെ കാരണം എങ്ങനെയാണ് നിങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്? ഒരു വിദ്യാഭ്യാസ സംസ്കാരവും നമ്മുടെ തൊഴിൽ സംസ്കാരവും നമ്മുടെ കുടുംബ പശ്ചാത്തലവും ഒരാളെ എങ്ങനെ ഇയിലും എസ്സിലും തളച്ചിടുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഈ നിന്നും എസ്സിൽ നിന്നുമുള്ള ബിയിലേക്കുള്ള യാത്ര പണമില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ പണം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ടോ, ഏതെങ്കിലും ഉൽപ്പന്നം മേടിച്ചാൽ കൊള്ളാമെന്നുള്ളതുകൊണ്ട് മാത്രം നിങ്ങളൊരു ബി ക്വാഡ്രന്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം അവിടെ കൊടുക്കേണ്ട വില വളരെ കൂടുതലാണ്. മാനസികമായിട്ടും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ തന്നെ വൈകാരികമായിട്ട് നിങ്ങൾ ഒരുപാട് വില കൊടുക്കാൻ തയ്യാറാവണം. അത് സ്വന്തമായി ചെയ്യാൻ പലർക്കും പറ്റാത്തത് കൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മെന്റേഴ്സ് ഉണ്ട്, ഒരുപാട് ആളുകൾ ഈ എയിലും എസ്സിലും കിടന്ന ആളുകളുടെ മാനസികാവസ്ഥ അറിയുന്നവരുണ്ട്. കാരണം എനിക്കറിയാം ഒരു ഇയും എസ്സും എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത്.
എങ്ങനെയാണ് അവരുടെ ഫാമിലി പശ്ചാത്തലം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അവിടെ നിന്ന് ബിയിൽ എത്തിയ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ കൈ പിടിച്ച് കടത്താനായിട്ട് നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങളുടെ നല്ല കമ്പനി ആണെങ്കിൽ, നിങ്ങളുടെ വാല്യൂ സിസ്റ്റം ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ, അവിടെ എംപ്ലോയിലും സെൽഫ് എംപ്ലോയ്മെന്റിലും നിന്നിട്ട് ബിസിനസ്സിലേക്ക് എത്തിയ ഒത്തിരി ആളുകൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സണൽ ഡൗട്ടും ഫ്രസ്ട്രേഷനും ഒക്കെ വരുമ്പോൾ, നിരാശയും നിങ്ങൾക്ക് സംശയവും മനസ്സൊന്ന് ഇടിയുന്ന സമയത്ത് അവർ നിങ്ങളുടെ കൈ പിടിച്ച് ഉയർത്തി വരൂ, ഞങ്ങളൊക്കെ ഇത് കഴിഞ്ഞല്ലേ വന്ന്, നമ്മളുണ്ടാവും കൂടെ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ, ഒരു സൂം മീറ്റിംഗിൽ വരുമ്പോൾ, ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ, നമ്മളെ പോലുള്ള പലരെയും കണ്ട് അവരും നന്നായി ചെയ്യുന്നത് കാണുമ്പോൾ ഒരു പ്രചോദനമൊക്കെ ഉൾക്കൊണ്ട് ഒരു വലിയ ഒരു മാറ്റത്തിന് തയ്യാറായിട്ട് ഒരു പുതിയ ലോകത്തേക്ക് മാറാനുള്ള ഒരു മാനസിക ഒരുക്കമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്നുള്ളത് അദ്ദേഹം പലതവണ ഓർമ്മിപ്പിക്കുന്നു. ഞാനും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു പുസ്തകത്തിന്റെ ചുവട് പിടിച്ച് ഞാനും ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. അന്നൊന്നും എന്നെ ഇതുപോലെ പറഞ്ഞു തരാനോ ഒന്നും ആരും ഇല്ലായിരുന്നു. എങ്കിൽ പോലും ഇത് വളരെ നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. നിങ്ങളിത് വേണ്ട രീതിയിലുള്ള ഒരു സീരിയസ്നെസ്സോട് കൂടി നിങ്ങൾ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യണം. അപ്പൊ നമ്മുടെ ഈ ഒരു വിഷയം അദ്ദേഹം എൻഡ് ചെയ്യുന്നത് ഒരു 4-5 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. They encourage you to leave the nest rather than be a loyal employee. ഒരു ലോയൽ എംപ്ലോയി ആയിട്ട് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞുകൂടി ഒന്നുമല്ലാതായി തീരുന്നതിനേക്കാൾ നല്ലത് ഒരു ബിസിനസ് ആണെന്ന് പറഞ്ഞ് നിങ്ങളെ ആ കൂട്ടിൽ നിന്നും പുറത്തു കിടക്കാനായിട്ട് അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അവരെ സഹായിക്കുന്നു, അവർ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ആൻഡ് they have a program to support you during the periods of fear, doubt and frustration. നിങ്ങളുടെ സംശയത്തിന്റെ സമയത്ത്, നിങ്ങളുടെ പേടിയുടെ സമയത്ത്, നിങ്ങളുടെ നിരാശയുടെ സമയത്തെല്ലാം അവരൊരു പ്രോഗ്രാം വഴി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് they have mentors who have made that journey themselves, encouraging you to follow after them. അതായത് അവരെ തന്നെ ഒരുപാട് ആളുകളുണ്ട്, അവർ തന്നെ ആ യാത്ര കംപ്ലീറ്റ് ചെയ്ത ആളുകളുണ്ട്. അവർ നിങ്ങളെ കൈപിടിച്ച് അപ്പുറത്ത് കടത്താനായിട്ട് ശ്രമിക്കും. അവരെ ഫോളോ ചെയ്താൽ മാത്രം മതി, നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. They will not fail you as they do in school or fire you as they do in business if you make the journey at a pace that is best suited to you. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയമെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ വളരുന്നതിന് അവർ ആരും കുറ്റം പറയില്ല. ആരും നിങ്ങളെ ഒരു സ്കൂളിലെ പോലെ തോപ്പിക്കില്ല. ആരും നിങ്ങളെ ഒരു ബിസിനസ് എന്ന പോലെ നിങ്ങളെ പാപ്പരാക്കുകയുമില്ല. അപ്പൊ അവരുടെ കൂടെ നിന്ന് അവരുടെ സപ്പോർട്ടിൽ നിങ്ങൾക്ക് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ഒരു ടീം അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ദേ വാണ്ട് യു ടു മേക്ക് ഇറ്റ് ടു ദ അതർ സൈഡ്. അതായത് ക്വാഡ്രന്റിന്റെ ഇ ആൻഡ് എസ് ക്വാഡ്രന്റിൽ നിന്നും ബി ആൻഡ് ഐ ക്വാഡ്രന്റിലേക്ക് നിങ്ങൾ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെയുള്ളവർ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നു. ജീവിതത്തിന്റെ ഒരു സ്ഥലത്ത് പോലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പലപ്പോഴും ആരും ഉണ്ടാവില്ല. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒന്നും കഷ്ടകാലത്ത് നിങ്ങളുടെ കൂടെ വരാൻ സാധ്യത വളരെ കുറവാണ്. അതേസമയം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലുള്ള ഓൾറെഡി എത്തിയ ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് നിന്ന് നിങ്ങളുടെ കൈ പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക ശരിയായ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ടാവുക നിങ്ങളുടെ ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ മെന്റർ ആയിരിക്കും. ഒരു സംശയം വേണ്ട. ചുരുക്കത്തിൽ വളരെ സുദീർഘമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഏതാണ്ട് 30 മിനിറ്റോളം നമ്മൾ സംസാരിക്കേണ്ടായി. പക്ഷെ ഞാൻ കരുതുന്നു ആ 30 മിനിറ്റും നിങ്ങൾക്ക് ഗുണകരമായി ഭവിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എംപ്ലോയ്മെന്റിൽ നിന്നും സെൽഫ് എംപ്ലോയ്മെന്റിൽ നിന്നും ബിസിനസ് ക്വാഡ്രന്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതൊരു പ്രതീക്ഷയായി മാറട്ടെ, ഒരു വലിയ ആവേശമായി മാറട്ടെ. ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരള സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യാവുന്ന ഒരു വലിയ സിസ്റ്റമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നല്ല ഒരു കമ്പനിയും നല്ലൊരു മെന്ററും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് വ്യക്തികൾക്ക് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാവുന്ന ഒരു അവസരമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ധാരാളം ആളുകൾ ഗൾഫ് മേഖലയിൽ നിന്നും മറ്റും തിരിച്ചു വരുമ്പോൾ അവർക്ക് താങ്ങായി മാറാവുന്ന ഒരു വലിയ അവസരമാണ്. പക്ഷെ വെറും ഒരു എംപ്ലോയ്മെന്റും വെറും ഒരു ജോലിയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഇതിനെ കാണാതെ, അല്ലെങ്കിൽ ഒരു ശമ്പളത്തിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഇതിനെ കാണാതെ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഈ ഒരു ബിസിനസ്സിനെ കാണുകയും അതിനെ ഏറ്റെടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ, നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിലും ഗണ്യമായ സംഭാവനകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സമൂഹത്തിലും രാജ്യത്തിനും ഒക്കെ വേണ്ടി വലിയ തരത്തിലുള്ള വലിയൊരു സംഭാവനയായി മാറും ഈ ഒരു ബിസിനസ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ആഴ്ച നമുക്ക് അടുത്ത മൂല്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. അതുവരെ നന്ദി, നമസ്കാരം.